പൈൽസ് ഉള്ളവർക്ക് വരെ ആ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കാം. ഏത് ഡൈജഷൻ്റെ പ്രശ്നം, വയറിൽ എന്ത് ഇഷ്യൂ മാറി നമുക്ക് സ്റ്റൊമക്ക് നല്ല നോർമലായിട്ടിരിക്കാനും മോഷൻ പോകാനും. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് നമുക്കൊരു കുക്കുംബറും ആപ്പിളൊക്കെ വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കുന്ന ദിവസം നിങ്ങൾ മസ്റ്റായിട്ടും വൈകിട്ട് ഇത് കഴിക്കുക. രാവിലെ വേണമെങ്കിലും. അതുപോലെ നമ്മുടെ ബോഡിയിൽ കൂടുതലുള്ള ആസിഡിനെ നിർവീര്യമാക്കി കളയും. നമുക്ക് ടെൻഷൻ പോകും. ബോഡിയിൽ ഒരുപാട് ആസിഡ് കൂടുമ്പോഴാണ് നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളും ചിന്തയിൽ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ മാറി നമ്മളെ സന്തോഷമാക്കിയിരിക്കാൻ ഈ ജ്യൂസ് സഹായിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇരുന്ന് ചെയ്യുക. ആപ്പിളിൻ്റെയും വെള്ളയുടെയും ഗുണങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് നമുക്ക് വളരെയധികം ബോഡിക്ക് വെയിറ്റ് കുറയ്ക്കാനും ഒരുപാട് മിനറൽസും പിന്നെ ഉറക്കം ഉണ്ടാവാനും ഹെൽത്തിനും എല്ലാം വളരെ നല്ലതാണ്. എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫുഡൊക്കെ കഴിക്കുന്ന ദിവസം നമുക്ക് നല്ലൊരു ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് ഡൈജഷനൊക്കെ ആകും. നമ്മുടെ ആ ഗ്യാസിൻ്റെ പ്രശ്നമില്ല പോയി വയറിന് നല്ലൊരു റിലീഫ് കിട്ടും. പൈൽസ് ഉള്ളവർക്ക് വരെ ഇത് സെറ്റാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എല്ലാം ഒന്ന് പീൽ ചെയ്തെടുക്കുക. പുതിനയില ഇങ്ങനെ ജസ്റ്റ് 2-3 ഇലയായിട്ട് മതി. ഇനി നമുക്കിതിനെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് 2 പേർക്ക്, ഒരാൾക്കാണെങ്കിൽ ഇതിൻ്റെ ഇത്ര ഭാഗം മതിയാവും. 2 പേർക്കാണെങ്കിൽ കറക്റ്റ് പകുതി എടുക്കുക. നമുക്ക് കുക്കുംബർ പകുതി കട്ട് ചെയ്യുന്നു. പിന്നെ ഈ ആപ്പിളിനെ നമുക്ക് അതിൻ്റെ ഒരു 4-1 എടുത്താൽ മതി ഒരാൾക്ക്. നമ്മൾ നേരെ ഇങ്ങനെ കട്ട് ചെയ്തു ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം നമുക്ക് എടുക്കാവുന്നതാണ്. എന്നും നിങ്ങളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലി എത്തിക്കളയാം. ഇതിൻ്റെ കറുത്ത തൊലി ഇതിന് വേണ്ട. അപ്പോൾ നമുക്ക് തൊലി നന്നായിട്ട് തന്നെ ചെത്തിക്കളഞ്ഞിട്ടാണ് കഴുകിയെടുക്കേണ്ടത്. നമുക്കിങ്ങനെ ഇതിൻ്റെ തൊലി ഇരുന്നാൽ നമ്മൾ അരിക്കാതെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ തൊലി ഇരുന്നാൽ നമുക്കതൊരു കറക്റ്റ് ആവില്ല. നമ്മളൊരു പാത്രത്തിലോട്ട് വെച്ചു. നമുക്ക് ആപ്പിളും ഇതുപോലെ തന്നെ നൈസായിട്ട് ആപ്പിള് ഇതുപോലെ നമുക്ക് ചെത്തിയെടുക്കാം. കുരുവുണ്ട്, കുരുവും കൂടെ കളയുക. നമുക്ക് ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് എടുക്കാം. ഇഞ്ചിയുടെ നമ്മൾ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കണം. ഇഞ്ചി ഒരു കൊച്ചു പീസ് മതി. നമ്മളിതിൻ്റെ തുപ്പൊന്നും ചേർക്കണ്ട. പുതിനയിലയും കൂടെ ഇടുക. നമുക്കിതൊന്നെല്ലാം ഇവിടെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ചൂടുവെള്ളത്തിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. എടുത്തോട്ടെ. ഇഞ്ചിനെ നമുക്ക് കുഞ്ഞു പീസായിട്ട് ഇടണം മസ്റ്റായിട്ട്. ഇഞ്ചി നമ്മൾ ചെറിയ പീസാക്കി ഇട്ടു. ഇനി ആപ്പിളിനെ കട്ട് ചെയ്യാം. നമ്മൾ വെള്ളരിക്കയൊക്കെ നമ്മൾ കഴുകിയിട്ട് അരിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അകത്തെ ആ അരിയും കുരുവൊക്കെ നമുക്ക് ഇതിനകത്ത് വെള്ളരിക്കയുടെ ആ ജെല്ല് കുരുവൊക്കെ നമുക്ക് വേണം. ഇത് പെട്ടെന്ന് അരിയുന്നതുകൊണ്ട് ഒരു കുഞ്ഞായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പുതിന ചുമ്മാ കിട്ടാൽ മതി. മിക്സിയുടെ ചെറിയ ജാറെടുത്തു. അതിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടു. കുറച്ച് വെള്ളം തന്നെ എടുക്കുക നിങ്ങൾ. എന്നാലേ ആ ജ്യൂസ് നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വൈകിട്ടൊക്കെ കുടിക്കുമ്പോൾ ബോഡിക്ക് ഇഷ്യൂ ഉണ്ടാവാതിരിക്കുള്ളൂ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് നമ്മൾ ഇങ്ങോട്ട് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവും. ഇനി ഗ്ലാസ്സിലോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് എടുക്കുക, കുടിക്കുക. ചെറു ചൂടോടെ തന്നെയാണ്. ഈ ജ്യൂസ് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് മെഡിസിൻ ഇല്ലാതെ എങ്ങനെയാണ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനായിട്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും കൂടുതൽ ഫുഡ് കഴിക്കുമ്പം ഒരുപാട് ഇഷ്യൂകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ഈ കൊച്ചു ജ്യൂസ് നിങ്ങൾ ട്രൈ ചെയ്യുക. രാത്രി മസ്റ്റായിട്ടും കഴിക്കാം, രാവിലെയും കഴിക്കാം. പക്ഷെ ചെറു ചൂടുവെള്ളത്തിലായിരിക്കണം ഇത് പ്രിപ്പയർ ചെയ്യണം മാത്രം. ഇതിൽ വേറെ കുറച്ച് തിങ്സ് കൂടെ ഉണ്ട്.